നമ്മളിൽ നിന്ന് വിട്ടുപോണ ഗുരുവായൂരപ്പനെ നമ്മൾ എത്ര ശകാരിക്കാറുണ്ട്, നമ്മൾ എത്ര വിഷമിക്കുന്ന സമയത്ത് നമുക്ക് വിരോധം തോന്നും. നമ്മളൊരു സ്വാതന്ത്ര്യത്തോടു കൂടിയല്ലേ ഭഗവാനെ ആ സമയത്ത് നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ എന്നുള്ള ഭാവം വരുമ്പോഴേ അതിന് സാധിക്കുള്ളൂ അല്ലേ. നന്ദനത്തിലെ ആ ഒരു കഥാപാത്രം ശരിക്കും നമുക്ക് തോന്നാറുണ്ട്, ബാലാമണി എന്ന് പറയുന്ന കഥാപാത്രം ഭഗവാനെ ശകാരിക്കുന്നത് കാണുമ്പോൾ അല്ലേ. എന്താണ്, ഞാൻ അത്രയും വിശ്വസിച്ചിട്ടാണ്, ഗുരുവായൂരപ്പനെ വിശ്വസിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം എനിക്ക് ആ ദുഃഖം വരുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ സാധിക്കുമോ? നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തത്, എന്നിട്ട് നീ എനിക്ക് ഇങ്ങനെ ദുഃഖം തരേ എന്നുള്ള മട്ടിൽ ആ ഒരു ക്രോധവും ആ ഒരു പരിഭവവും ഒക്കെ കലർന്നുകൊണ്ട് ഭഗവാന്റെ നേരെ ആ ഒരു ഭാവവും ഗോപികയുടെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്തേ. ഇന്ന് നമ്മൾ ആ രാസപഞ്ചാധ്യായിയിൽ അവസാനത്തെ ഭാഗം 68, 69 എന്നീ ദശകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് നാരായണീയ ദിനമാണ്. ഇന്നത്തെ ദിവസമാണ് ആ മേൽപ്പത്തൂര് 100ാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച് ഭഗവാനെ തന്നെ നേരിട്ട് കണ്ടുകൊണ്ട് അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞ് ആ ഭഗവാനെ അത്യധികം ആസ്വദിച്ചും കൊണ്ട് ആ നാരായണീയം എന്ന വിശിഷ്ട ഗ്രന്ഥം ഇന്ന് നമ്മൾ പഠിച്ച് ആനന്ദിച്ച് ആസ്വദിക്കണ ഈ ഒരു നാരായണീയ ഗ്രന്ഥം ഭഗവാന്റെ കാൽക്കൽ അദ്ദേഹം സമർപ്പിച്ച ദിവസമാണ് ഇന്ന്. 2 വർഷം മുൻപ് ഈ ദിവസത്തിലാണ് നമ്മൾ നാരായണീയം ആരംഭിച്ചത്. ഈ ഒരു യാത്ര ബലമ്മേ വൈകുണ്ഠ എന്ന് പറയുന്ന ഈ എളിയ ഉദ്യമം ആരംഭിച്ചത് 2 വർഷം മുന്നത്തെ നാരായണീയ ദിനത്തിനാണ്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഏകാദശിയുടെ അന്ന്, ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് നമുക്ക് ശ്രീകൃഷ്ണ അവതാരം സമർപ്പിക്കാൻ സാധിച്ചു. ഈ വർഷം നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഭാഗവതത്തിൽ ഇതിലും ഭംഗിയേറിയ ഒരു ഭാഗം ഇല്ല. ദേവസമൂഹം പോലും അല്ലെ, മഹർഷിമാർ പോലും ഈ ലോകത്തിലുള്ള എല്ലാ ജീവചരാചരങ്ങൾക്കും ആനന്ദം നൽകണ ആ ഗുരുവായൂരപ്പൻ ഏറ്റവും അധികം സന്തോഷിച്ച ആ ഗോപികമാരുടെ കൂടെ ആ രാസക്രീഡ എന്ന് പറയുന്ന ആ ഭാവത്തിൽ ശോഭിച്ച ആ ഒരു ഭാഗം, ആ ഭാഗമാണ് ഇന്ന് നാരായണീയ ദിനത്തിൽ നമ്മൾ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം. ആ ഗോപികമാരെ വന്ദിച്ചും കൊണ്ട് നമുക്ക് ആരംഭിക്കാം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാം യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാം യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശാം യാസാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ. കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും. തീർക്കാവൽ എത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നേൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ. പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ, പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നേൻ. ഓം ജനകായ നമ, ഓം ജനയിത്രൈ നമ, ഓം ഗം ഗണപതയേ നമ, ഓം ഗും ഗുരുഭ്യോ നമ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പാ ശരണം. രാസക്രീഡ എന്ന് പറയുന്ന ഭാഗം പറഞ്ഞല്ലോ, ഏറ്റവും പവിത്രമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗമാണ്. ഇത് പറയാനുള്ള യോഗ്യത ഉണ്ടോ, അറിവുണ്ടോ ഒന്നും അറിയില്ല. ഭഗവാനെ മനസ്സിൽ നല്ലോണം ധ്യാനിച്ചും കൊണ്ട് ആ ഹൃദയത്തിലായാലും ശരി, ബുദ്ധിയിലായാലും ശരി, നാവലായാലും ശരി ഭഗവാൻ വിളങ്ങണേന്ന് പ്രാർത്ഥിച്ചും കൊണ്ടാണ് ഈ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത്. കാരണം അത്രയും പവിത്രമായിട്ടുള്ള, അത്രയും എന്താ പറയുക, നമുക്കൊക്കെ സ്പർശിക്കാൻ പോലും സാധിക്കുമോ ഈ ഒരു ഭാഗത്തിനേന്ന് നമുക്കറിയില്ല. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗമാണ്.
അപ്പോൾ ആ ഒരു ദൃഷ്ടിയോടുകൂടി മാത്രമേ ഈ ഒരു സന്ദർഭത്തേക്ക് നമ്മൾ പ്രവേശിക്കാനും പാടുള്ളൂ. ഭഗവാൻ ആ ഭക്തി നല്ലോണം മനസ്സിൽ തെളിയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ആ ഒരു ദീപം, ഭഗവാൻ എന്ന ദീപം മനസ്സിൽ കണ്ടുകൊണ്ട് ആരംഭിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഭഗവാനെ ആ വിരഹം അനുഭവിച്ചൂലേ, ഭഗവാൻ വിട്ടുപോയ സമയത്ത് ഗോപികമാർ വളരെയധികം വിരഹം അനുഭവിച്ചു. ആദ്യം ഭഗവാൻ ആ സന്തോഷം കൊടുത്തതിന് ശേഷം പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞപ്പോഴേക്കും അവർക്കുണ്ടായ ആ ഒരു ദുഃഖത്തിന് അതിരില്ല എന്ന് പറഞ്ഞു. ആ വനപ്രദേശങ്ങളിലൂടെ ആ രാത്രി സമയത്ത് ഭഗവാനെ തന്നെ തെരഞ്ഞും കൊണ്ട് അവരങ്ങനെ നടന്നു. ഭഗവാനെ കണ്ടില്ല. പകരം ഭഗവാൻ ഉപേക്ഷിച്ചു പോയ, തങ്ങളെ ഏത് കാരണം കൊണ്ടാണോ ഉപേക്ഷിച്ചത്, ആ അഹന്ത എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഉപേക്ഷിച്ചു പോയ രാധാദേവിയെ അവിടെ കണ്ടു. അങ്ങനെ അവരെല്ലാവരും കൂടി യമുനാ പ്രദേശത്തേക്ക് വീണ്ടും വന്നിട്ട് ഭഗവാന്റെ ആ കീർത്തനങ്ങൾ പാടിയും കൊണ്ട് വിഷമിച്ചും കൊണ്ട് കരഞ്ഞും കൊണ്ട് അങ്ങനെ ഇരുന്നപ്പോൾ അവരിൽ ഭഗവാന് കരുണ തോന്നി. അങ്ങനെ ഭഗവാൻ തിരിച്ചു വന്നു. ത്രിജഗത് സുന്ദരനായും കൊണ്ട് ഭഗവാൻ അങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ തങ്ങളെ വിട്ടുപോയി എന്ന് തോന്നി ആ ഗുരുവായൂരപ്പനെ അങ്ങോട്ട് മുന്നിൽ കാണുമ്പോഴേക്കും ഉണ്ടാവുന്ന ഒരു ആനന്ദം ഭക്തന്മാർക്കത് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ. ദുഃഖം അനുഭവിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ എന്നെ കൈവിട്ടോ അല്ലേ, ഗുരുവായൂരപ്പൻ എന്നെ വേണ്ടേ, ഞാൻ ഇത്രയൊക്കെ ആശ്രയിച്ചിട്ടും ഭഗവാൻ എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത്, എന്നെ എന്തിനാണ് ഭഗവാൻ ഒഴിവാക്കിയത്, ലോകത്തിലെല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി, ഗുരുവായൂരപ്പനും എന്നെ ഒറ്റപ്പെടുത്തിയോ, എന്നെ വേണ്ടാന്നായോ എന്നുള്ള മട്ടിലങ്ങോട്ട് ചിന്തിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഭഗവാന്റെ ആ കാരുണ്യം ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾക്ക് മനസ്സിന് ആ ഒരു കുളിർമ തരാൻ പാകത്തിനുള്ള രീതിയിൽ ഭഗവാൻ അങ്ങോട്ട് പ്രസാദിക്കുമ്പോൾ പെട്ടെന്ന് ഭഗവാന്റെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആനന്ദം, ആ ആനന്ദം തന്നെയാണ് അവിടെ ആ 10,000 കോടി ഗോപികമാർക്കും അവിടെ അനുഭവിക്കാൻ സാധിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ. പെട്ടെന്ന് തങ്ങളുടെ നാഥനായ ആ ഗുരുവായൂരപ്പൻ അവിടെ കണ്ടപ്പോഴേക്കും അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞില്ല എന്നാ ഇവിടെ പറയണു. ആ അമൃതത്തിൻ്റെ ആ ഒരു ആസ്വാദനത്തിൽ അവർ കുറച്ച് സമയം അങ്ങനെ അങ്ങോട്ട് ആ സ്തബ്ധരായി നിന്നുപോയി, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ. അത് കഴിഞ്ഞു പിന്നെ ഓരോരുത്തരുടെ ഭാവം അവിടെ വിസ്തരിക്കുകയാണ്. ഒരു ഗോപിക ഭഗവാന്റെ ആ കയ്യ് തൻ്റെ ആ ശരീരത്തിൻ്റെ മുകളിലെ തന്നെ ആ ദൃഢമായി ആലിംഗനം ചെയ്യണ മട്ടിൽ അങ്ങോട്ട് ഭഗവാനെ ഏറ്റെടുത്തും കൊണ്ട് ഇനി എന്നെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള മട്ടിൽ അങ്ങനെ ആ ഒരു ഭാവത്തിൽ നിന്നതായിട്ട് പറയുന്നു. ഒരു ഗോപിക പറയണു, ആ ഭഗവാൻ ചവച്ചിരുന്ന ആ ഒരു താമ്പൂലം അത് തൻ്റെ കൈകളിലേക്ക് സ്വീകരിച്ചിട്ട് തൻ്റെ ആ അധരത്തിലേക്ക് തന്നെ എടുത്തും കൊണ്ട് അല്ലേ, ആ പ്രസാദം എന്നുള്ള മട്ടിൽ അങ്ങനെ ഒരു ഭാവത്തിൽ ഒരു കമിതാവിനോട് എന്നുള്ള ഭാവം വേണോ, അല്ല ഭഗവാന്റെ പ്രസാദം എന്നുള്ള ഭാവം വേണോ, അത് നിങ്ങളെങ്ങനെ അച്ചാൽ ധരിച്ചോളൂ എന്നാണ്. അത് കഴിഞ്ഞ് വേറൊരു ഗോപിക അവിടെ ദേഷ്യമാണ് പ്രകടിപ്പിക്കുന്നത് അല്ലേ, അങ്ങനെ ഞങ്ങളെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയില്ലേ, ഞങ്ങളെ അങ്ങനെ ആ കാട്ടിൽ ഈ രാത്രി സമയത്ത് ഞങ്ങളെ ഒറ്റയ്ക്ക് വിട്ട് പോയില്ലേ, നിനക്കതിനെ സാധിച്ചുല്ലോ ഗുരുവായൂരപ്പ എന്നുള്ള മട്ടിൽ ഒരു ദേഷ്യത്തോടു കൂടി ഭഗവാനെ നോക്കണ പോലെ അല്ലേ. ഭക്തൻ്റെ ആ ഭാവം തന്നെയാണ് കാണിക്കുന്നത്. നമ്മളിൽ നിന്ന് വിട്ടുപോണ ഗുരുവായൂരപ്പനെ നമ്മൾ എത്ര ശകാരിക്കാറുണ്ട്, നമ്മളെത്ര വിഷമിക്കുന്ന സമയത്ത് നമുക്ക് വിരോധം തോന്നും, നമ്മളൊരു സ്വാതന്ത്ര്യത്തോടു കൂടിയല്ലേ ഭഗവാനെ ആ സമയത്ത് നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ എന്നുള്ള ഭാവം വരുമ്പോഴേ അതിന് സാധിക്കുള്ളൂ അല്ലേ. നന്ദനത്തിലെ ആ ഒരു കഥാപാത്രം ശരിക്കും നമുക്ക് തോന്നാറുണ്ട്, ബാലാമണി എന്ന് പറയുന്ന കഥാപാത്രം ഭഗവാനെ ശകാരിക്കുന്നത് കാണുമ്പോൾ അല്ലേ. എന്താണ്, ഞാൻ അത്രയും വിശ്വസിച്ചിട്ടാണ് ഗുരുവായൂരപ്പനെ വിശ്വസിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യണത്, അപ്പം എനിക്ക് ആ ദുഃഖം വരണ സമയത്ത് എനിക്ക് സഹിക്കാൻ സാധിക്കുമോ, നിന്നെ വിശ്വസിച്ചിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തത്, എന്നിട്ട് നീ എനിക്കിങ്ങനെ ദുഃഖം തരേ എന്നുള്ള മട്ടിൽ ആ ഒരു ക്രോധവും ആ ഒരു പരിഭവവും ഒക്കെ കലർന്നുകൊണ്ട് ഭഗവാന്റെ നേരെ ആ ഒരു ഭാവവും ഗോപികയുടെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും എന്തൊക്കെയായാലും തങ്ങളുടെ സർവസ്വമായിട്ടുള്ള ഗുരുവായൂരപ്പനെ എങ്ങനെ കാണുന്ന സമയത്ത് അവരെല്ലാം മറന്നിട്ട് ആ ഭഗവാനെ ആശ്രയിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും മുൻപ് പറഞ്ഞ പോലെ തന്നെ അവരുടെ ഉത്തരീയത്തിൽ അവിടെ ആ വിരിച്ചിട്ടുള്ള ആ ഉത്തരീയത്തിൽ ഭഗവാൻ അവിടെ ഇരുന്ന് അവരെ സന്തോഷിപ്പിച്ചും കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, നീ ചെയ്തത് ശരിയാണോ കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. 3 തരത്തിലുണ്ട് എന്നാണ് കാരുണ്യം. ഒന്ന്, തങ്ങളെ ആശ്രയിച്ചവരായാലും ശരി അല്ലാത്തവരായാലും ശരി 2 കൂട്ടരോടും ഒരേപോലെ കാരുണ്യം കൊടുക്കണ ഒരു ഭാവം. അല്ല, വേറൊരു ഭാവമുണ്ട്, തങ്ങളെ ആശ്രയിച്ച ആൾക്കാരെ മാത്രം ആ കാരുണ്യം കൊണ്ട് അവരെ സഹായിക്കണ ആ ഒരു ഭാവം, അല്ലെങ്കിൽ അവരെ അനുഗ്രഹിക്കണ ആ ഒരു ഭാവം, അങ്ങനെയുണ്ട്. ഇനി 3ാമതൊരു ഭാവമുണ്ട്, എല്ലാം സമർപ്പിച്ച് ആശ്രയിച്ചതാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരോട് പോലും ഒരു കാരുണ്യവും കൂടാണ്ട് അവരെ ആ ഗൗനിക്കാതെ അല്ലേ, അവരെ ആ ശ്രദ്ധിക്കാത്ത ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഭാവമുണ്ട്. അതിൽ 3ാമത്തെ ഭാവമാണോ കൃഷ്ണ നീ ഏറ്റെടുക്കണത്, ഞങ്ങളോട് ഇത്രയും വിരോധമാണോ, ഞങ്ങൾ നിന്റെ കാൽക്കൽ സർവവും സമർപ്പിച്ചിട്ടുള്ള ആൾക്കാരല്ലേ, ഇങ്ങനെ ഞങ്ങളോട് കാണിക്കാൻ പാടുമായിരുന്നോ എന്നുള്ള മട്ടിൽ ചോദിച്ചപ്പോൾ അവിടെ പറയണു, നിങ്ങളല്ലാണ്ട് എനിക്ക് ഇത്രയും പ്രിയപ്പെട്ട ആൾക്കാർ വേറെ ഇല്ല,
നിങ്ങളുടെ ആ ഭക്തിക്ക് അഹങ്കാരം വന്നിട്ട് യാതൊരു ച്യുതിയും വരാൻ പാടില്ല. എൻ്റെ ഭക്തൻ നശിക്കുക എന്നുള്ളത് എനിക്ക് അനുവദിക്കാൻ സാധിക്കില്ല. അപ്പം എനിക്ക് പ്രിയപ്പെട്ടവർ എന്നിൽ തന്നെ ഏത് സമയവും ആ മനസ്സ് സമർപ്പിച്ചവരായിരിക്കണം. നിങ്ങൾക്കൊരു നിമിഷത്തിന് പോലും അതിന്ന് വ്യതിചലിക്കാൻ പാടില്ല. ആ ഭക്തിയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ ചെയ്തത്. ഞാനിതാ പറയണു, നിങ്ങളോളം എനിക്ക് സ്നേഹമുള്ള വേറെ ആരുമില്ല എന്നാ. നിങ്ങളുടെ അത്ര ശ്രേഷ്ഠതയുള്ള ഭക്തന്മാർ ഈ ലോകത്തിലില്ല. ഇന്ന് ഞാനിതാ പ്രഖ്യാപിക്കുകയാണെന്ന് ഗുരുവായൂരപ്പൻ പറയുകയാണ്. എന്നിട്ട് പറയണു, നിങ്ങളോളം എനിക്കിഷ്ടമുള്ള ഒരു ജനവും അല്ലേ, ഒരാളും വേറെ എനിക്കില്ല. നിങ്ങളുടെ അത്ര പ്രീതി എനിക്കുള്ള വേറെ ഒരു മനുഷ്യരും ഇല്ല, വേറെ ആരുമില്ല ഈ ലോകത്ത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഞാൻ എല്ലാവിധ സുഖങ്ങളും അനുഭവിപ്പിച്ച് തരാം. എത്ര രാത്രികളിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ശരത്കാല രാത്രികളിൽ നിങ്ങളുടെ ആ ഒരു ആനന്ദത്തിന് വേണ്ടിയിട്ട്, നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്കിനി യാതൊരു വിഷമവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് അങ്ങനെ ആ ഗോപികമാരുടെ കൂടെ വിളങ്ങണ ആ കൃഷ്ണനെ, ആ രാസലീലയിലേക്ക് പുറപ്പെടുന്ന ആ കൃഷ്ണനെ മനസ്സിൽ സ്മരിച്ചും കൊണ്ടാണ് 68ാമത്തെ ദശകം മേൽപ്പത്തൂർ സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് 69ാമത്തെ ദശകം. നമുക്കറിയാം രാസക്രീഡയിലെ ആ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗം, ഏറ്റവും അവസാനത്തെ അധ്യായമാണ്. ഈ ഒരു അധ്യായത്തിലാണ് ഭഗവാൻ ആ ഗോപികമാരുടെ കൂടെ രാസലീല ആടിയിട്ട് നമ്മളെയൊക്കെ ആനന്ദിപ്പിച്ചും കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാൻ എന്നുള്ള മട്ടിൽ ആ ഒരു ലീല ഭഗവാൻ ആടിയ ആ ഒരു കഥയാണ് ഈ 69ാമത്തെ ദശകത്തിൽ പറയുന്നത്. ആദ്യം തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ചലൻ മകര കുണ്ടലം എന്ന് പറഞ്ഞ് തുടങ്ങണ ആ ശ്ലോകം. അതിൽ ഭഗവാന്റെ ആ സ്വരൂപമാണ് വർണ്ണിക്കുന്നത്. രാസലീലയ്ക്ക് പുറപ്പെട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പൻ്റെ സ്വരൂപം, ആ കേശഭാരത്തിൽ അവിടെ പീലിയൊക്കെ ചൂടിയും കൊണ്ട്, അതേപോലെ മകരകുണ്ടലങ്ങളുടെ ആ കാന്തി ഭഗവാന്റെ കവിളിൽ ആ തട്ടിയും കൊണ്ട് അതിസുന്ദര സ്വരൂപനാണ്. ആ മുഖത്തിലുള്ള ആ ഒരു കാന്തി പ്രത്യേകം പറഞ്ഞെടുക്കണം. അതിൻ്റെ കൂടെ ആഭരണങ്ങളുടെ ആ ഒരു കാന്തിയും കൂടി വരുമ്പോഴേക്കും എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അത് കഴിഞ്ഞ് പറയണു, അനേകം തരത്തിലുള്ള മാലകൾ, വനമാലകളും മുത്തുമാലകളും ഒക്കെ ആ ഭഗവാന്റെ ദേഹത്തിനെ അലങ്കരിച്ചും കൊണ്ട് നിൽക്കണു. അരക്കെട്ടിൽ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ പീതാംബരപ്പെട്ട് ഉടുത്തിട്ട് ഭഗവാന്റെ ആ ശരീരത്തിൽ നിന്ന് ആ കളഭത്തിൻ്റെയും തുളസിയുടെയും ഒക്കെ ഗന്ധം വരണുണ്ട്. അതേപോലെ തന്നെ ആ പാദത്തിൽ ആ പൊൻചിലമ്പും എല്ലാം അണിഞ്ഞും കൊണ്ട് അല്ലേ, ആ സർവ്വ ഐശ്വര്യങ്ങളുടെയും ആ ലക്ഷ്മി സമേതനായിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ ലക്ഷണങ്ങളും കാണിച്ചും കൊണ്ട് ആ എല്ലാ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യണ, എല്ലാ സന്തോഷവും പ്രദാനം ചെയ്യണ സ്വരൂപി ആ ഭഗവാനെ ആദ്യം ദേശാധിപാദം എന്നുള്ള ആ രീതിയിലല്ലേ അങ്ങനെ മേൽപ്പത്തൂര് അവിടെ വർണ്ണിക്കുകയാണ്. ആദ്യം തന്നെ ആ രാസക്രീഡയ്ക്ക് പുറപ്പെട്ട് നിൽക്കുന്ന കൃഷ്ണൻ്റെ ആ ഒരു മനോഹര സ്വരൂപം ആദ്യം വർണ്ണിച്ച് നമസ്കരിക്കുകയാണ് മേൽപ്പത്തൂര്. അതിനുശേഷം പറയുന്നു, ആ ഗോപികമാരൊക്കെ ഇപ്പം ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് വസ്ത്രങ്ങളൊക്കെ ഭംഗിയിലുടുത്ത് അവരും പുറപ്പെട്ട് വന്നിട്ടുണ്ട് ഭഗവാന്റെ കൂടെ ആ രാസലീല ആടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ അതിഗംഭീരമായിട്ട് അവിടെ മുരളീഗാനം ആരംഭിക്കണു, വാദ്യഘോഷങ്ങൾ ആരംഭിക്കണു. അതിൻ്റെ കൂടെ തന്നെ താളത്തിനനുസരിച്ച് രണ്ട് ഗോപികമാരുടെ നടുക്കൊരു കൃഷ്ണൻ, രണ്ട് കൃഷ്ണന്മാരുടെ നടുക്കൊരു ഗോപിക എന്നുള്ള മട്ടിൽ എത്ര ഗോപികമാരുണ്ടോ അത്രയും സ്വരൂപങ്ങൾ സ്വീകരിച്ചും കൊണ്ട് ഭഗവാൻ അതിഗംഭീരമായിട്ട് അവിടെ രാസലീല ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ആ വാദ്യഘോഷങ്ങളും മുരളീരവവും അതിൻ്റെ കൂടെ തന്നെ ഇവരുടെ കങ്കണങ്ങളുടെയും ചലമ്പുകളുടെയും ആ ഒരു നാദവും എല്ലാം കൂടിയായിട്ട് ആ രാസലീല അവിടെ ആരംഭിച്ച സമയത്ത് അതിനെ വർണ്ണിച്ചും കൊണ്ട് നാരദൻ അവിടെ ആകാശമാർഗത്തിൽ പറഞ്ഞു നടക്കുന്ന സമയത്ത് നാരദൻ്റെ ആ ഒരു വർണ്ണന കേട്ടിട്ട് തന്നെ അത്രയും ആകൃഷ്ടരായിട്ടുള്ള ദേവസമൂഹം, മറ്റുള്ള സമൂഹങ്ങൾ, മറ്റുള്ള വർഗത്തിലുള്ള എല്ലാവിധ ജീവികളും എല്ലാവിധ ആൾക്കാരും അവിടെ ആകാശ പ്രദേശത്ത് വന്നിട്ട് ആ ഒരു ഭാവത്തിലുള്ള ഗുരുവായൂരപ്പനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ അനുഗ്രഹം നേടാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് അണിനിരന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഭഗവാൻ അതിഗംഭീരമായിട്ട് ആ രാസലീലയാടി ആ ഗോപികമാരെ അവിടെ ആ ചുംബനാശ്ലേഷ രസാദികളോടുകൂടി അവരെയൊക്കെ ആനന്ദിപ്പിച്ചും കൊണ്ട് അവരുടെ കൂടെയൊക്കെ നൃത്തമാടിയും ഓരോ ഗോപികയും ഏത് രീതിയിലാണോ കൃഷ്ണനെ കിട്ടാൻ ആഗ്രഹിച്ചത് ആ രീതിയിലൊക്കെ അവരെ ആനന്ദിപ്പിച്ചും കൊണ്ട് ആനന്ദത്തോടു കൂടി ഭഗവാനെ അവിടെ ആസ്വദിച്ചും കൊണ്ട് അവർ ആ ഒരു രാത്രി അവിടെ കഴിച്ചു കൂട്ടുകയാണ് അല്ലേ. സർവ്വവും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചും കൊണ്ട് എല്ലാതും ആ ഭഗവാൻ തന്നെയാണ്. എല്ലാം തങ്ങളുടെ നാഥനാണ്, തങ്ങളുടെ കമിതാവാണ് അല്ല,
തങ്ങളുടെ പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ഭാവത്തിൽ എല്ലാം മറന്നുകൊണ്ട് ആ ഗോപികമാരവിടെ ഭഗവാന്റെ കൂടെ ആസ്വദിച്ച ആ സമയത്ത് ബ്രഹ്മസായുജ്യം തന്നെ ഇവിടെ പറയുന്നു, യോഗീശ്വരന്മാർക്ക് പോലും കിട്ടാത്ത അത്രയും ശ്രേഷ്ഠമായ ആ പദവി ആ ഒരു നിമിഷത്തിൽ തന്നെ ആ ഒരു കാമാസക്തി എന്നുള്ള ഭാവത്തിൽ കൂടി പോലും ഭഗവാൻ അത് സാധിപ്പിച്ചു കൊടുത്തു എന്നുണ്ടെങ്കിൽ അവരുടെ ഭക്തിയുടെ ആ അഗ്രേസരത ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠരായ ഭക്തന്മാർ എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നത് പോലെ യോഗീശ്വരന്മാർക്ക് പോലും അസാധ്യമായിട്ടുള്ള ആ മുക്തിപദം ബ്രഹ്മസായുജ്യം ആ ഒരു നിമിഷത്തിൽ തന്നെ ഗോപികമാർക്ക് അവിടെ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പറയുന്നുണ്ട്, ആ യമുനാ തീരത്ത് ആ തണുത്ത കാറ്റുള്ള ആ രാത്രിയിൽ അവിടെ അങ്ങനെ അവരുടെ കൂടെ ഇരുന്ന് ക്രീഡിക്കുന്ന സമയത്ത് ഭഗവാൻ അവർക്ക് വാക്ക് കൊടുക്കണു, ഇനിയും അനേകം രാത്രികളിൽ നിങ്ങൾക്ക് വേണ്ട ആ രീതിയിലുള്ള അനുഗ്രഹങ്ങളൊക്കെ ചൊരിഞ്ഞും കൊണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ കൃഷ്ണനായിട്ട് ഞാനിവിടെ ഉണ്ടാവും എന്നുള്ള ഭാവത്തിൽ അവരെ അനുഗ്രഹിച്ചും കൊണ്ട് ഭഗവാൻ ഈ രാസക്രീഡ എന്ന് പറയുന്ന ലീല ആടി എന്നാണ് പറയുന്നത്. ഈ ഒരു ഭാഗം എത്ര നമ്മൾ ഭക്തിയോടുകൂടി സാത്വിക ഭാവത്തോടുകൂടി ഇതിനെ സമീപിച്ച് എത്ര നമ്മൾ ആ ഉപാസിക്കണോ അത്രയധികം ഭഗവാൻ നമ്മളിൽ സന്തോഷിക്കണു. ഗോപികമാരെ എത്രയധികം ആദരവോടുകൂടി നമ്മൾ ഭക്തിയോടുകൂടി നമ്മൾ നമസ്കരിക്കണോ അത്രയധികം ഭഗവാൻ നമ്മളിൽ സന്തോഷിക്കണു. അപ്പം അങ്ങനെയുള്ള ആ ഗോപികമാരെ നല്ലോണം ഭക്തിയോടുകൂടി മനസ്സിൽ നല്ലോണം സ്മരിച്ചും കൊണ്ട് നമസ്കരിച്ചും കൊണ്ട് മെൽപ്പത്തൂര് സമർപ്പിച്ച പോലെ ഈ 2 ദശകങ്ങളും കൂടി നമുക്ക് ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം. ഈ രാസക്രീഡ എന്ന് പറയുന്ന ഭാഗം, ഈ ഭാഗം എന്നല്ല ഏത് ഭാഗമായാലും ശരി, എത്ര ഭംഗിയായിട്ട് പറയാൻ സാധിച്ചു എന്ന് എനിക്കറിയില്ല. എന്നാലും പറ്റണ പോലെ ഭഗവാനെ നല്ലോണം സ്മരിച്ചും കൊണ്ട് പറയാൻ ശ്രമിച്ചതാണ്. തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സജ്ജനങ്ങൾ പൊറുക്കണം. എല്ലാവർക്കും ആ ഗോപികമാരുടെ പാദത്തിലും ഭഗവാന്റെ പാദത്തിലും എന്നും ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചും കൊണ്ട് ആ 2 ദശകങ്ങളും കൂടി ചൊല്ലി സമർപ്പിക്കാം. ഹരി ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. തവ വിലോകനാത് ഗോപികാജന പ്രമദസങ്കുലാ പങ്കജീക്ഷണ അമൃതധാരയാ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദധുസ്ത്വത്പുരോഗതാ. തദനു കാചന ത്വത്കരാംബുജം സപദി ഗൃഹ്ണതി നിർവിശങ്കിതാ. ഘനപയോധരേ സന്നിധായ സാ പുളകസംവൃതാ തസ്ഥുഷീചിരം. തവ വിഭോ പരാ കോമളം ഭുജം നിജഗളാന്തരേ പര്യവേഷ്ടയത്. ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി വാതിഹർഷുലാ. അപഗതത്രപാകാപി കാമിനി തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹയ്യ തദ്വക്ത്രപങ്കജേ നിദധതി ഗതാ പൂർണ്ണകാമതാം. വികരുണോ വനേ സംവിഹായ മാം അപഗതോऽसि का त्वामिह स्पृशेत् इति सरोषया तावदेकया सजललोचनं वीक्षितो भवान्. इति मुदाकुलैर्वल्लवीजनैः सममुपागतो यामुने तडे. मृदुकुचाम्बरैः कल्पितासने घुसृणभासुरे पर्यशोभथा. कतिविधा कृपाके अपि सर्वतां धृतदयोदया केचिदाश्रिते. कदिचिदीदृश मादृशेष्वपीत्यभिहितो भवान् वल्लवीजनैः. अयि कुमारिका नैव शङ्क्यतां कठिनतामयि प्रेमकातरे. भवतु चेतसो वोऽनुवृत्तये कृतमिदं मयेत्यूजिवान् भवान्. अयि निशम्यतां जीववल्लभा प्रियतमो जनो नीदृशो मम. तदिह रम्यतां रम्ययामिनीष्वनुपरोधमित्यालपो विभो. इति गिराधिकं मोदमेदुरै व्रजवधूजनैः सागमारमन्. कलितकौतुको रासखेलने गुरुपुरीपते पाहि मां गदात्. ഗുരുവായൂരപ്പ ശരണം. ദശകം 69. കേശപാശധൃതപിഞ്ചികാവിതതി സഞ്ചലന്മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതമംഗരാഗഘനസൗരഭം. പീതചേലധൃതകാഞ്ചികാഞ്ചിതമുദഞ്ജദം ശുമണിനൂപുരം
रासकेलिपरिभूषितं तव हि रूपमीश कलयामहे तावदेव कृतमण्डने कलितकञ्जुलीककुचमण्डले गण्डलोलमणिकुण्डले युवतिमण्डले अथ परिमण्डले अन्तरासकलसुन्दरीयुगळमिन्दिरारमणसञ्चरन् मञ्जुळां तदनुरासकेलिमयि कञ्चनाभसमुपादधा वासुदेव तव भासमानमिह रासकेलिरससौरभं दूरतोऽपि खलु नारदागदितमाकलय्य कुतुकाकुला वेषभूषणविलासपेशलविलासिनी शतसमावृता नागतो युगपदागता वियति वेगतोऽथ सुरमण्डली वेणुनादकृततानदानकळगानरागगतियोजना लोभनीयमृदुपादपादकृतताळमेळनमनोहरं पाणिसंक्वणितकङ्कणं च मुहुरं सलम्बितकराम्बुजं श्रोणिबिम्बचलदम्बरं भजत रासकेलिरसडम्बरम् स्पर्धया विरचितानुगानकृततारतारमधुरस्वरे नर्तनेऽथ ललिताङ्गहारलुलिताङ्गहारमणिभूषणे सम्मदेन कृतपुष्पवर्षमलमुन्मिषद्दिविशदां कुलं चिन्मयं त्वयि निलीयमानमिव सम्मुमोहसवधूकुलम् स्विन्नसन्नतनुवल्लरी तदनु कापि नाम पशुपाङ्गना कान्दमंसमवलम्बते स्म तव तान्दिभारमुकुलेक्षणा काजिताचलितकुन्दळा नवपडीरसारघनसौरभं वञ्जनेन तव सञ्जुचुम्बभुजमञ्चितोरुपुळकाङ्गुरा कापि गण्डभुवि सन्निधाय निजगण्डमाकुलितकुण्डलं पुण्यपूरनिधिरन्ववाप तव पूगचर्वितरसामृतम् इन्दिराविहृतिमन्दिरं भुवनसुन्दरं हि नडनान्दरे त्वामवाप्य दधुरङ्गना किमु न सम्मदोन्मददशान्तरम् गानमीशविरतं क्रमेण किल वाद्यमेळनमुपारतं ब्रह्मसम्मदरसाकुला सदसि केवलं न नृतुरङ्गना नाविदन्नपि च नीविकां किमपि कुन्दलीमपि च कञ्जुळीं ज्योतिषामपि कदम्बकं दिवि विलम्बितं किमपरं ब्रुवे मोदसीम्नि भुवनं विलाप्य विहृतिं त्वमाप्य च ततो विभो केळिसंमृदितनिर्मलाङ्गनवघर्मलेशसुभगात्मना मन्मथासहनचेतसा पशुपयोषितां सुकृतचोदितः तावदाकलितमूर्तिराददितमारवीरपरमोत्सवान् केळिभेदपरिलोलिताभिरतिलालिताभिरबलाळिभिः स्वैरमीशननुसूरजापयसि चारुनामविहृतिं व्यथा काननेऽपि च विसारि शीतलकिशोरमारुतमनोहरे सूनसौरभमये विलेसितविलासिनि शतविमोहनम् कामिनीरिति हि यामिनीषु खलु कामनीयकनिधे भवान् पूर्णसम्मदरसार्णवं कमपि योगि गम्यमनुभावयन्
ബ്രഹ്മശങ്കരമുഖാനപീഹ പശുപാങ്കനാസു ബഹുമാനയൻ ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയരൂപ കമനീയ കൃഷ്ണ പരിപാഹി മാം. ഗുരുവായൂരപ്പാ ശരണം. ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഒരു ഭാഗം ചൊല്ലി സമർപ്പിക്കാനോ പറഞ്ഞ് സമർപ്പിക്കാനോ ഉള്ള യോഗ്യതയുണ്ടോ, അറിവുണ്ടോ അറിയില്ല. തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ സജ്ജനങ്ങൾ പൊറുക്കണം. എന്തെങ്കിലും പറയാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്. ബലമേ വൈകുണ്ഠ എന്ന് പറയുന്ന ഈ ഒരു ഉദ്യമം തുടങ്ങിപ്പിച്ചതും അത് ഇതുവരെ കൊണ്ട് നടത്തിയതും ഇനി അങ്ങോട്ട് ചെയ്യാൻ സാധിക്കുമോ എന്നറിയില്ല. അതും ഭഗവാന്റെ ഇഷ്ടം അനുസരിച്ചാണ് നടക്കാൻ പോണത്. അപ്പോൾ ഈ 69 എന്നുള്ള ഇത്രയും അധ്യായങ്ങൾ സമർപ്പിക്കാൻ സാധിച്ചത് ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. രാസക്രീഡ എന്ന് പറയുന്ന വഴിത്തിരിവായിട്ടുള്ളൊരു ഭാഗം വരെ നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ള 31 ദശകങ്ങളും അതെ ഭഗവാന്റെ കാരുണ്യം പോലെ സമർപ്പിക്കാറാവട്ടെ. എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്.